ഫ്രണ്ട്സ്, ഇന്നിവിടെ ചന്ത ദിവസമാണ്. ഞാനിപ്പോൾ ഒരു നാടൻ തക്കാളി, ഇത് നോക്കിയേ എന്ത് ഭംഗിയായിട്ടായിരിക്കണം നാടൻ തക്കാളി. ഞാൻ 1 കിലോ 25 രൂപയ്ക്ക് വാങ്ങിച്ച് ഇത് വെച്ച് എനിക്കൊരു വിഭവം ഉണ്ടാക്കാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അടിപൊളിയാണ് സംഗതി, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അമ്മ இந்த இதில் போட்டுருங்கம்மா. വേണ്ട, ഇവിടെ ഇങ്ങനെയാണ് എല്ലാവരും കൂടെയെല്ലാം മേടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 1 കിലോയെ എടുക്കുന്നുള്ളൂ. പോകുമ്പോൾ വീട്ടിലേക്ക് ഉപയോഗത്തിന് വാങ്ങിച്ചോണ്ട് പോകും. ഇതൊരു വിഭവം ഉണ്ടാക്കാനാണ്. കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യണേ. താങ്ക്സ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തമിഴ്നാട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നാടൻ തക്കാളിയാണ്. എനിക്ക് കുറച്ച് തക്കാളി കിട്ടി. ഞാൻ ഇത് വെച്ചിട്ട് തക്കാളി തൊക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തക്കാളി തൊക്ക് എന്നുള്ളത് ഇവിടുത്തെ വീടുകളിൽ എല്ലാ വീടുകളിലും എപ്പോഴും സ്റ്റോർ ചെയ്യണതാണ്. ഇത്തിരി വില കുറവായിട്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ഇഡലി ദോശയ്ക്കും ചോറിനും അപ്പത്തിനും എല്ലാത്തിനും സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റാറുണ്ട്. ഇതിൽ ഇത്തിരി നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ വാളംപുളി ഒരു ചെറിയ സൈസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ ഈ നാടൻ തക്കാളി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ വാളംപുളി ഇത്തിരി വലുതായിട്ട് എടുക്കുക. നമ്മളൊരു നാരങ്ങ വലുപ്പത്തിലെങ്കിലും എടുക്കുക. ഇത് 1 കിലോ തക്കാളിയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് ഞാൻ ഈ ഞെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടിന്യൂസ് ആയിട്ട് കാണണേ. നല്ലൊരു സൈഡ് ഡിഷാണ്, ഉപകാരപ്പെടും എല്ലാവർക്കും. ഫ്രണ്ട്സ്, ഞാൻ ഈ തക്കാളി നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഈ വാളംപുളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സി ജാറിൽ അരയ്ക്കുക. നമുക്കിതിൽ തന്നെ ജലാംശമുള്ളതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ടതില്ല. മഷി പോലെ അരച്ച് കൊണ്ടുവരിക. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നന്നായിട്ട് തക്കാളി വെള്ളം ഒന്നും ചേർക്കാതെ ആ വാളംപുളി മാത്രം ചേർത്തിട്ട് അരച്ച് കൊണ്ടുവന്നിരിക്കുവാണ്. ഞാനിപ്പോൾ അടുത്ത സെക്ഷനിൽ ഇതിനെ നമുക്ക് നന്നായിട്ട് നല്ലെണ്ണ ഇത്തിരി അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ല, ചക്കിലാട്ടിയ നല്ലെണ്ണയാണ്. നല്ലെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ നല്ലെണ്ണ നന്നായിട്ട് ഒഴിച്ച് ഞാനൊന്ന് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ എണ്ണയിൽ വേറെ ഒന്നും ഇടണ്ട, നല്ലെണ്ണ മാത്രം ചൂടാക്കിയിട്ട് നമ്മൾ അതൊക്കെ പിന്നീട് ചേർക്കും. എന്തൊക്കെയാണ് ആവശ്യ സാധനങ്ങൾ എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇതിപ്പോൾ ഈ ചൂടാക്കിയ ഈ നല്ലെണ്ണയിലേക്ക് ഈ തക്കാളിയും ഈ വാളംപുളി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ഒഴിച്ച് നമ്മൾക്ക് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ വേണ്ട നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ ക്ഷമയോടുകൂടി ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. ഒന്നും തന്നെ ഇപ്പം ചേർക്കേണ്ട, ഉപ്പ് ഒട്ടുമേ ചേർക്കരുത്, പിന്നെ വെള്ളമായി പോകും. അത് കാരണം ഇത് കുറച്ച് നേരം ഇരുന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് പറ്റിച്ചെടുക്കുകയാണ്. വെറും പുളിയും തക്കാളി മാത്രം ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചതാണ്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്കിത് കുറച്ച് നേരം കുറുകട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടാവട്ടെ. അതിനുള്ള സമയം കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വരണം. ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ഏതാണ്ട് തക്കാളിയിൽ നിന്നും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ എണ്ണ തെളിഞ്ഞ് വന്ന് ഇത്തിരി ഒരു പകുതി കുറുക്കാവുമ്പോൾ മാത്രമാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മുമ്പ് ഇത് ഇടരുത്, എന്നുവെച്ചാൽ അത് കളർ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ മുളക് പൊടി നമ്മളെ ആവശ്യാനുസരണം, ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂണ് കുറച്ച് കൂടുതലായിട്ടാണ് ഇടുന്നത്. അപ്പം ഇത്രയും മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിരി എരിവ് കൂടുതൽ എടുക്കുന്നവരാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർക്കാം. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ കുറുകട്ടെ. ഇത് ഇപ്പോഴും ഉപ്പ് ഇപ്പോഴെങ്ങും ഇടത്തില്ല നമ്മൾ. അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതൊന്ന് കുറുകിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് ബാക്കി കൂടെ ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടെ ഞാനൊന്ന് വറുത്ത് പൊടിക്കാനാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചേക്കാം. ഇതൊന്നും തന്നെ ഇപ്പം നമ്മളിവിടെ ചേർക്കുന്നില്ല. ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് ഇതൊന്ന് നമുക്ക് പൊടിച്ച് വെക്കാനുണ്ട്. ഇതൊന്ന് അപ്പം ഇതും കൂടെ ഇവിടെ ഒന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചേക്കുവാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ നുറുക്കി വെക്കണം. അതൊക്കെ നമ്മൾ പിന്നീട് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഇവിടെ ചെയ്യാനാണ്. വെളുത്തുള്ളി ഞാൻ ഇനിയിപ്പം ഇതൊന്ന് നുറുക്കും, ഇതൊന്ന് പൊടിക്കും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരും. അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. അത് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പകുതി ആയ ശേഷമാണ് നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് വന്നേ പിന്നെ നമ്മൾ ചുമന്ന മുളക് പൊടി ഇട്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഈ ഗ്രാജുവലി ബാക്കിയും കൂടെ നോക്കാം. ഇത് ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം. അത് അവിടെ കുറുകട്ടെ. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുക്കും. ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ഏതാണ്ട് തക്കാളിയിൽ നിന്നും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ എണ്ണ തെളിഞ്ഞ് വന്ന് ഇത്തിരി ഒരു പകുതി കുറുക്കാവുമ്പോൾ മാത്രമാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മുമ്പ് ഇത് ഇടരുത്, എന്നുവെച്ചാൽ അത് കളർ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ മുളക് പൊടി നമ്മളെ ആവശ്യാനുസരണം, ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂണ്
കുറച്ച് കൂടുതലായിട്ടാണ് ഇടുന്നത്. അപ്പം ഇത്രയും മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിൽ എരിവ് കൂടുതൽ എടുക്കുന്നവരാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർക്കാം. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ കുറുകട്ടെ. ഇത് ഉപ്പ് ഇപ്പോഴെങ്ങും ഇടത്തില്ല നമ്മൾ. അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതൊന്ന് കുറുകിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ളത് ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടെ ഞാനൊന്ന് വറുത്ത് പൊടിക്കാനാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചേക്കാം. ഇതൊന്നും തന്നെ ഇപ്പം നമ്മളിവിടെ ചേർക്കുന്നില്ല. ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് ഇതൊന്ന് നമുക്ക് പൊടിച്ച് വെക്കാനുണ്ട്. ഇതൊന്ന് അപ്പം ഇതും കൂടെ ഇവിടെ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചേക്കുവാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ നുറുക്കി വെക്കണം. അതൊക്കെ നമ്മൾ പിന്നീട് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഇവിടെ ചെയ്യാനാണ്. വെളുത്തുള്ളി ഞാൻ ഇനിയിപ്പം ഇതൊന്ന് നുറുക്കും, ഇതൊന്ന് പൊടിക്കും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരും. അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. അത് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പകുതി ആയ ശേഷമാണ് നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് വന്നേ പിന്നെ നമ്മൾ ചുമന്ന മുളക് പൊടി ഇട്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഈ ഗ്രാജുവലി ബാക്കിയും കൂടെ നോക്കാം. ഇത് ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം. അത് അവിടെ കുറുകട്ടെ. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുക്കും. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഫൈനൽ സ്റ്റേജ് ഒരുവിധം ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി ആയിട്ടില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഗ്രാജുവലി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുക. അപ്പോൾ ഇനിയിപ്പം അടുത്ത സെക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി. തക്കാളി ഒരുവിധം ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇത്തിരി കുറുകിയിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇപ്പുറത്ത് വീണ്ടും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നല്ലെണ്ണ ഇത്തിരി നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് കടുകൊന്നും ചേർത്തിട്ടില്ല. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് ഇത്തിരി ആ ഒരു ഞാൻ പറയാറില്ലേ, ഇവിടെ ഉള്ളവരെല്ലാം ഇത്തിരി ഒരു കനത്തിൽ തന്നെ അരിഞ്ഞാൽ ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് ഒട്ടും അറിയാതെ പോകും. അത് കാരണം ഇത്തിരി ഒരു കനത്തിൽ തന്നെയാണ് അരിഞ്ഞ് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അതൊന്ന് നന്നായിട്ട് മൂപ്പിയിട്ട് ഈ സമയത്ത് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ ഇവിടെ ഉള്ളവർ ഇടാറുണ്ട്. പക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം കഴിക്കുമ്പോൾ കുഴപ്പമില്ല. കുറച്ച് നാളാകുമ്പോൾ ആ കടലപ്പരിപ്പിനകത്ത് മൊത്തം പുളി കയറുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇടുന്നവർക്ക് ഇപ്പം ഇടണമെങ്കിൽ ഇടാം. കടുകിടണ്ട, ഇങ്ങനെ ഉഴുന്ന് പരിപ്പോ എല്ലാം ഇടണമെങ്കിൽ ഇടാം. ഞാൻ അത് ഇടുന്നില്ല എന്ന് മാത്രം കേട്ടോ ഫ്രണ്ട്സ്. ഞാനിതിങ്ങനെയാണ് കഴിക്കുന്നത്. ഇതിപ്പം എത്ര നാളായാലും കേടാവില്ല. അങ്ങനെ കുറച്ച് നാൾ നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ ആരായിട്ടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കെല്ലാം തീരാറുണ്ട്. ഒന്നും തന്നെ അധിക നാളും ഞാൻ വെച്ചിരിക്കാറില്ല, കൊടുത്തു തീർക്കും. അതാണ് എൻ്റെ ക്യാരക്ടർ. നമുക്കിതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ ഫ്രണ്ട്സ്. നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അതും കൂടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് ഇറക്കിയതിന് ശേഷം ചോദിച്ചാൽ ഉപ്പിലും എല്ലാം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുഴപ്പമാണ്. പിന്നെ ഇതിലൊക്കെ ചിലർ ഇത്തിരി ഉപ്പ് കൂട്ടിയിട്ടിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇത്തിരി കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് കേടുകൂടാതെ ഇരിക്കും. ഈ അച്ചാർ വെറൈറ്റികളും ഇങ്ങനത്തെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ഉപ്പ് അധികം ഇടുന്നവരുണ്ട്. ഞാൻ ഇന്ന് ആവശ്യത്തിന് മാത്രമാണ് ഇടുന്നത്. എനിക്ക് എരിവ് ഇതൊക്കെ ഒത്തിരി ഇടുന്നത് ഇഷ്ടമല്ല. എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉള്ള കൂട്ടത്തിലാണ്. ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇതിപ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് ഒന്ന് ലൂസായാലും ഇതൊന്ന് നന്നായിട്ട് കുറുകട്ടെ ഫ്രണ്ട്സ്. നമുക്ക് ബാക്കിയുള്ളതിലും കൂടെ ഫൈനൽ ടച്ചിലേക്ക് പോവാം. നമുക്ക് ഓരോ സ്റ്റെപ്പും ഉണ്ട്, അപ്പോൾ മാത്രമേ ചേർക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഒന്നും എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്ത് കാണിച്ചു തന്നേക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഏതാണ്ട് തക്കാളിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് വെളുത്തുള്ളി നന്നായിട്ട് നല്ലെണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് ചേർക്കുവാണ്. ഇനിയും സ്റ്റെപ്പുണ്ട്. നമ്മൾ നല്ല ക്ഷമയോടുകൂടി ഗ്രാജുവലി ചെയ്തു വരുമ്പോഴാണ് സംഗതി നമുക്ക് വളരെ അടിപൊളിയായിട്ട് വരുന്നത്. അത് ഞാൻ മാറ്റി ഇപ്പോൾ യോജിക്കുവാണ്. ഒന്നും കൂടെ ആയി വരട്ടെ കേട്ടോ ഫ്രണ്ട്സ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഫൈനലി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഏതായാലും ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്. ഞാൻ എന്താണ് ഫൈനൽ ടച്ച് എന്നുള്ളതും കാണിച്ചു തരാം. താങ്ക് യു ഫ്രണ്ട്സ്. വെയിറ്റ് ചെയ്യണേ. ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഞാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് കുക്കിംഗ് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതിൻ്റെ ഇതാണ് ഞാൻ കാണിക്കണേ. എന്നുവെച്ചാൽ ഇത് എല്ലാത്തിനും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ്, ഈ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് ഈസി എന്ന് പറഞ്ഞത്. അത് കാരണം ഒന്നും വിചാരിക്കരുത്. ഇത് നമുക്ക് നല്ല സഹായമാണ്. നമ്മളെ മക്കളൊക്കെ പുറം രാജ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് കൊടുത്താൽ അവർക്ക് ഗൾഫിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് കഴിക്കാനായിട്ട് പോയോടെ ഇത്തിരി ചോറ് വെച്ച് കഴിഞ്ഞാൽ സംഗതി റെഡിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ബാക്കി ഇവിടെ ഒന്നാവട്ടെ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് ഫൈനൽ ടച്ച് കാണിച്ചു തരാം ഫ്രണ്ട്സ്. നമ്മളിതാ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി എല്ലാം തണുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുവാണ്.
ഈ സമയത്താണ് നമ്മളിത് ആ ഉലുവയും കടുകും കൂടെ പൊടിച്ച് വെച്ചില്ലേ, നമ്മളുടെ കടുക് ഉലുവ പൊടി വറുത്ത് പൊടിച്ച് വെച്ചത് ഇപ്പം മാത്രമേ ചേർക്കാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ് ഭയങ്കരമായിട്ട് അതിൽ ഇറങ്ങി ഭയങ്കര ഇതാവും. അത് കാരണമാണ് ഇങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇതുപോലെ നല്ല വിഭവങ്ങളിടും. ഇതെല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിടുന്നത്. നമ്മളെ ദൂരോട്ട് പോണ നമ്മളെ മക്കൾക്ക് ഇതൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ ഒരുവിധം അവർക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നമ്മളെ വീട്ടിലെ ഭക്ഷണമായിട്ട് ഇതൊന്ന് നിൽക്കും. സൈഡ് ഡിഷ് ഇത്തിരി ചോറ് വെച്ചാൽ തന്നെ മതി, അവർ കഴിച്ചോളും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് ഇത് കാണുക. ഇതുപോലെ ഞാൻ ഒത്തിരി ഡിഫറെൻ്റായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് എത്തിച്ചു തരേണ്ടതാണ് എൻ്റെ പണി. അത് കാരണം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്തെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.